അവള് സാധാ പെൺകുട്ടികളെ മാതിരിയൊന്നല്ല. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരുത്തർ കയ്യിലെടുക്കാൻ അവൾക്ക് നല്ല കഴിവുണ്ട്. എൻ്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ടൈമിൽ ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ട്. അവളാണ് വീഡിയോ ഈ ഫ്രണ്ട് കണ്ടോ മൈനാസിനെയും ഫസ്മിനെയും? മൈനാസ് എന്റെ ഫ്രണ്ടിനെ അടിക്കുന്ന ടൈമിൽ ഫസ്മിനാണ് വീഡിയോ എടുക്കണം. പെട്ടെന്ന് നിക്കായിക്കാനുള്ള മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു? ശരി, പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ ഞാനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. മൈനാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവന്റെ പടച്ചാണ് നേരെ, എനിക്ക് അവന്റെ കഥ എന്താന്നൊക്കെ മനസ്സിലാവണില്ല. ഇപ്പൊ ഇത് രണ്ടാമത്തെ ഭാര്യ കവിത. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ കവിതയുള്ള ആൾക്കാർ അവൻ കെട്ടണേ. അപ്പൊ അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുക, അവർക്ക് പുറത്തു പോവുക, അവർക്ക് ആരെ കൂടെ പോയി ചാടിക്കുക. മൈനാസ് ഫസ്റ്റിന്റെ ഒരുമിച്ച് നടത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. അവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് അവര് പറയുന്നത്. നമ്മളിപ്പോ പുറത്തുനിന്ന് എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് എന്താണിത് ഒരു ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ആക്ച്വലി ബൈപോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായിരിക്കും. എന്നിട്ട് ഇപ്പോഴും അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവള് കഴിക്കത്തില്ല. കോലഞ്ചേരി ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഇതാണ് കോലഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ വിളിക്കാൻ പോവാണ്. അവിടുന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് പറയാം. ഫസ്മിന സാക്കി. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്യോ? മറ്റേ ബൈക്ക് അത് ഏത് ഡേറ്റിലാ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് സെബിലാണ്. നമസ്കാരം. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരാണ് മുഹമ്മദ് സെബിലിന്റെ ലല്ലു എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഫസ്മിന സഫ ഇഷ്യൂല്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു വലിയൊരു കംപ്ലൈന്റ് തന്നെ പോലീസിന് പോയിട്ടുണ്ടായിരുന്നു. യൂട്യൂബർമാർക്കെതിരെ കേസ് എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. യൂബർ ഡ്രൈവറിനെ എന്താ പറയാ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തില് സെബിലിന് എന്താ പറയാനുള്ളത്? ആ ഡ്രൈവറിന് തല്ല് കിട്ടിയത് സെബില് കാരണമാണെന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ? അത് സത്യമാണ്. അതായത് ഇവന്റെ കൂടെ നടക്കണ ഒരാളാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒക്കെ കുറെ കാലമായിട്ട്. അപ്പോ ഇവരെ ലക്ഷ്യം ഇവനല്ലായിരുന്നു. ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നിലോട്ട് എത്തുക അതായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആലുവ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവരെ അടുത്തോട്ട് പോണത്. അന്ന് പോലീസിനായിട്ട് പോയ ടൈമിൽ ഇവന്റെ കാലും കൈയൊക്കെ അടിച്ചിട്ട് ആകെ പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി, ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നേരെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് FIR ചെയ്ത് ഈ വിഷയത്തിന് പുറത്ത്. ഇവന് ഇതിലൊന്നിലും ഈ ഒരു ഫ്രെയിമിലേ ഇല്ലാത്ത ഒരാളാണ് ഇവൻ ആ സഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ വണ്ടി ഓടിക്കുന്ന ആള് എന്ന് മാത്രമുള്ളൂ. അതായത് അവർ റെന്റിന് പെർ ഡേ 1000 വെച്ചിട്ടാണ് കൊടുക്കുന്നത് തോന്നുന്നു. അങ്ങനെ കൊടുത്ത് വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരാളെന്ന് ഇതന്നെ ഉള്ളൂ. അല്ലാതെ ഇവര് തമ്മിലൊരു ഇവനിതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു കേസും ഇല്ല. എന്നെ കിട്ടാൻ വേണ്ടി എന്നോടുള്ള ശത്രുതന്റെ പുറത്ത്, മൈനാസിനും ഫസ്മിനാക്കും എന്നോടുള്ള ശത്രുതന്റെ പുറത്താണ് ഇവൻ ഇതിലോട്ട് വെറുതെ. ഇപ്പൊ സഫയുടെ ഡ്രൈവർ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ വന്നത്? അതായത് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു? ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്തോട്ട് മാറിയായിരുന്നു. ഞങ്ങളൊരു ഓൺലൈൻ ഒരു സ്റ്റോർ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് മാറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവന് പാർട്ട് ടൈം ആയിട്ട് ഊബർ ഓടാ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തോ സ്റ്റോറി കണ്ടിട്ടായിട്ട് തോന്നുന്നു കോണ്ടാക്ട് ചെയ്യണേ. അങ്ങനെ ഇവർ കണക്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓണർ സ്റ്റാഫ് ആ ഒരു ബന്ധം അത്രേ ഉള്ളൂ. അത് എത്ര നാളായി? കുറെ നാളായോ? അത് ഓൾമോസ്റ്റ് 3 വീക്ക് or 2 വീക്ക് അത്രേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം, സഫേനെ അറിയാം? എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇവന് ഈ വണ്ടി എടുത്തതിന്റെ ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ലൈക്ക് ഞാൻ ഒളിച്ചോടിയെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുക, അപ്പോഴാണ് ഇവള് പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നിട്ട് ഫസ്മിന ആൻഡ് മൈനാസ് ഇവര് വീഡിയോ ഇടും ഞാൻ ഒളിച്ചോടി എന്നിട്ട്. ആ കൊച്ചെന്നെ പിറ്റേ ദിവസം ഞാൻ ഒളിച്ചോടിയിട്ടൊന്നുമില്ല എന്റെ വീട്ടിലാണ്ട് അവള് വീഡിയോ ഇടുകയും ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത് കാണാണ്. അത് കണ്ടപ്പോ എന്റെ ഉമ്മാക്കൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്നിട്ട് നാട്ടിൽ നിന്നിട്ട് കയറാൻ വേണ്ടി നിൽക്കുക. അപ്പൊ മൈനാസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കോണ്ടാക്ട് അല്ല, ലൈക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. February 14th മെസ്സേജ് അയക്കും. ഞാൻ അവളും മുൻപ് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഓന് മെസ്സേജ് അയക്കും. ഈ പ്രശ്നം നടക്കണ അന്ന് എനിക്ക് മെസ്സേജ് അയക്കണം. ഓൻ എന്തോ ഇപ്പൊ ഇന്നലെ എന്തോ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ബന്ധമാണ്.
ഫെബ്രുവരി 14 ഫസ്റ്റ് മെസ്സേജ് അയക്കണേ എനിക്ക് ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട്. അന്ന് കോൺടാക്ട് ചെയ്ത് ഇവളിൻ്റെ കൂടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. എൻ്റെ വീട്ടിലാണ് ഞാൻ ഇവിടെ ഇല്ലാന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. ആക്ച്വലി ആ പോഡ്കാസ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ തമ്മിൽ ബന്ധമുണ്ട്, നിങ്ങൾ നേരത്തെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. മെഹനാസ് എന്തൊരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്ലാറ്റിന്റെ അവിടെ വരുന്നത്. അപ്പൊ അതിന് തൊട്ട് മുൻപ് വരെ നിങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത്. സഫയായിട്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഞാൻ ഈ കൊച്ചിനെ അറിയത്തില്ല. ഇവളെ റൂമിൻ്റെ അവിടേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പോയിട്ടുണ്ട്. പോകാനുള്ള സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗ് എൻ്റെ ഫ്രണ്ട് ഇല്ലേ ഇവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തായിരുന്നു. അവന് നേരെ അവിടെ ഊബർ ഓടുന്നോണ്ട് നമ്മളെ പ്രൈവറ്റ് സാധനങ്ങൾ വണ്ടിയിൽ വെക്കാൻ പാടില്ല, കസ്റ്റമേഴ്സ് പരാതി കൊടുത്താൽ വിചാരിച്ചിട്ട് അവളെ വീട്ടിൽ വെച്ചായിരുന്നു. ഇവൻ നേരെ എന്ത് ചെയ്ത് എൻ്റെ ടീഷർട്ട് എടുത്തിട്ട് അവളെ പാൻറ്റീസിൻ്റെ അടുത്ത് വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടേക്കുക. ഇതൊക്കെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ആരെങ്കിലും അങ്ങനെ ഇതാക്കുമോ, വാഷ് ചെയ്തിട്ട് അങ്ങനെ ഡ്രസ്സ് ആരെങ്കിലും വെക്കുമോ? അങ്ങനത്തെ വീഡിയോ കണ്ടു. പിന്നെ അതേമാതിരി തന്നെ ഈ ന്യൂസ് കേട്ടതിന് ശേഷമാണ് ഞാൻ ഇവളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോകാൻ തന്നെ. അപ്പോൾ അവൾ കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ആലുവ സ്റ്റേഷനിൽ ഫസ്റ്റ് കേസ് കൊടുക്കുന്നത് ഈ സൈബർ സെല്ലിൽ പോയിട്ട് കേസ് കൊടുത്തു. ഇങ്ങനെ എന്നെ പറ്റിയിട്ട് ഇല്ലാത്ത റൂമേഴ്സ് യൂട്യൂബിലും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ സാർമാർ പറഞ്ഞാൽ ലിങ്ക് എടുത്തിട്ട് വിട്ടുതരാൻ വേണ്ടി പറഞ്ഞു. സാർമാർക്ക് ആ ലിങ്ക് വിട്ടുകൊടുത്തു. അല്ലാതെ ഞാൻ ഇവളും തമ്മിൽ മുൻപൊരു പരിചയമോ ഒരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട് ഇവളെ വണ്ടി ഓടിക്കണമെന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനും ഇവളും തമ്മിൽ യാതൊരു തരത്തിൽ ബന്ധമില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ ഫോണടക്കം ഏൽപ്പിച്ചാണ്. എന്തെങ്കിലും ചാറ്റ് കിട്ടാന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇവർ പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവളായിട്ടൊരു ബന്ധമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ആ വണ്ടി റെൻറ്റിനെടുത്ത വണ്ടിയാണ്. ആ വണ്ടിയിൽ ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകണ്ടെന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ സഫയുടെ വണ്ടിയിൽ പോകേണ്ടത് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അല്ലേ? എൻ്റെ ഫ്രണ്ട് റെന്റിനെടുത്ത സാധനം അതിൽ ഞാൻ കയറണോ അവൻ്റെ വീട്ടുകാർ കയറണോ എന്ന് തീരുമാനിക്കണം അവനല്ലേ. അവൻ ക്യാഷ് കൊടുത്തിട്ടല്ല വണ്ടി റെന്റ് എടുത്തേക്കണേ. അങ്ങനെ ആയിട്ടുള്ള ഒരു ബന്ധം എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒരു ബന്ധമില്ല. പിന്നെ കേസിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവൾ വിളിച്ചിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സഫ എപ്പോഴെങ്കിലും ലല്ലുവിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലാണ്ട് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? സഫ കോണ്ടാക്ട് ചെയ്തായിരുന്നു. കോണ്ടാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നില്ലേ, ഫസ്മിന ഇവളെ കൊണ്ട് ഫ്ലാറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയപ്പിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് തന്നെ അവളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് അവൾ പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ സ്ക്രീൻഷോട്ട് വിട്ടുതരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഒരു മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ട് ഒന്ന് വിട്ടുതരുമോ ചോദിച്ചിട്ട്. പിന്നെ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഇൻസ്റ്റ മെഹനാസ് ഹാക്ക് ചെയ്തു, മെഹനാസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുഴപ്പമില്ല ശരി എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോഴാണ് പിന്നെ അവളെ കോൺടാക്ട് ചെയ്യണേ. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ അവളെ കോൺടാക്ട് ചെയ്യാൻ ഒന്നിനും ഞാൻ പോയിട്ടില്ല. അതായത് ഈ ഫെബ്രുവരി 16th or 17th അതുകൊണ്ട് അവൾ കേസ് കൊടുക്കണം. ആ ടൈമിലാണ് ഞാൻ അവളായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അല്ലാതെ ഞാൻ ഒരു കോണ്ടാക്ട് ഇപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ താഴെ ഇവർ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് കമന്റും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. സഫേനെയും ലല്ലുവിനെയും ആലുവ ഭാഗത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3-4 പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ പരിധിയിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാത്ത നമ്മളെ വല്ല പാർക്കിലോ അല്ലാതെ വല്ല ബീച്ചിലോ അല്ലാതെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഞങ്ങൾ 2 പേര് മാത്രം ഒരുമിച്ച് നടക്കുന്ന വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമന്റ് ഇടാം, ആർക്ക് വേണമെങ്കിലും. പക്ഷേ ഞാൻ അവളെ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്നല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് അവളെ പ്രൈവറ്റായിട്ട് പോയിട്ട് മീറ്റ് ചെയ്യുക, ഇതിനെ സംബന്ധിച്ച് വേറെ പുറത്ത് പോയിട്ട് സംസാരിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് ആലുവ സ്റ്റേഷനിലും ആലുവ വക്കീൽ ഓഫീസിൻ്റെ അവിടെ നിന്ന് മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു തരത്തിലുള്ള കണക്ഷൻ ഇല്ല അവളായിട്ട്. ഇപ്പൊ ഈ ഫസ്മിന് എന്തിനാ ഇതുപോലെ ലല്ലുവിനെ ഇതുപോലെ എന്താ പറയാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത് എന്തിനാ? ഇവിടെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾക്ക് 89.something സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് റിലേഷനിലായ ടൈമിൽ ഇവിടെ ഇന്നെ പക്ക ലോക്കാക്കിയ വേറെ കാര്യം. അന്ന് റിലേഷനിലായ ടൈമിൽ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് റീൽസ് കാര്യങ്ങൾ എടുക്കാൻ എന്തിനൊന്നും താല്പര്യമില്ല. അപ്പോൾ അവൾക്ക് നമുക്ക് 2 പേർക്കും ജീവിക്കേണ്ട വരുമാനം വേണ്ട എന്നിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യും. അങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വില്ലിങ് ആവണാണ്. അവളെ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ വില്ലിങ് ആവുകയാണ്. അങ്ങനെ
ഞങ്ങളെ നിക്കാഹ് കഴിയുന്ന ടൈമിൽ ഈ 80 സംതിങ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് നേരെ എന്ത് ചെയ്ത് 90 ഇപ്പം ഇന്നെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ അത് 100 ഇനി ഇങ്ങനെ ഇവിടെ ഇന്നെ കുറിച്ച് ടോപ്പിക് ആ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ എൻ്റെ ടോപ്പിക്ക് വരുന്ന ടൈം മാത്രം ഫുള്ള് വ്യൂസ് ലൈക്ക് നല്ല ഓഡിയൻസ് നല്ല കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൾക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് അവൾ നെഗറ്റീവ് ഇമേജ് മൊത്തം പോയി. ഞാൻ അവളെ ലൈഫിലോട്ട് വന്നതിൻ്റെ ശേഷമാണ് അവൾ നെഗറ്റീവ് ഫസ്റ്റ് പോയത്. അതിന് മുൻപ് അവൾക്ക് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും മറ്റേ തൊപ്പിയായിട്ടുള്ള അവൻ്റെ പേരൊന്നും ഇതിൽ വലിച്ചിട്ടുണ്ട് കാര്യമില്ല. പിന്നെ പക്ഷെ ഞാൻ പറയാം, അവനായിട്ട് റിലേഷൻ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഒരുപാട് നെഗറ്റീവായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവൾ തലയിൽ തട്ടടലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നെഗറ്റീവ് എന്നൊരു പോസിറ്റീവിലോട്ട് ഞാനെ കൊണ്ടുവന്നിരിക്കണേ. അവൾ വീഡിയോ എടുക്കുക, അവളെ ചാനലും കാര്യങ്ങളൊക്കെ ഈക്കാരും. പക്ഷെ എൻ്റെ ഒരാൾ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ ആ പാർട്ട്ണർ പറഞ്ഞനുസരിച്ച് കുറച്ചെങ്കിലും കേൾക്കുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓള് എൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് അവൾ ഇങ്ങനെ ഇതാക്കിയിരുന്നത്, പോസിറ്റീവിലോട്ട് കൺവേർട്ട് ആയത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ കുറ്റങ്ങളായി, എൻ്റെ കുറവുകളായി, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഫുള്ള് റീച്ചും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പോൾ വേറൊരാളെ കൂട്ടുപിടിച്ചിട്ട് എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വീണ്ടും വരുന്നത്. എന്താ ഇതിനൊക്കെ ചെയ്യാന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ അതായത് ഫസി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ലല്ലുവായിട്ട് കല്യാണം കഴിക്കുന്നത്. നിക്കായ് കഴിക്കാനുള്ള മെയിൻ റീസൺ, പെട്ടെന്ന് നിക്കായ് കഴിക്കാനുള്ള മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷേ ഞാനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. അതായത് ഞങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുക. 2 ആഴ്ച കഴിഞ്ഞ പാടാണ് നമ്മൾ പ്രഗ്നന്റ് എന്ന് പറഞ്ഞത്. ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യം. എനിക്ക് അതിനെ കുറിച്ച് അന്ന് ധാരണ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓരോരുത്തരെ വീട്ടിൽ നിന്നും പിന്നെ അതേമാതിരി ഓരോരുത്തരെ പറഞ്ഞ് കേട്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ റിലേഷൻ നമ്മൾ ഒരാളുടെ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 1 month 2 months കഴിഞ്ഞാലല്ലേ ഇത് വരത്തുള്ളൂ അല്ലേ? ഇത് ഒരു 2 week കഴിഞ്ഞ പാട് ഞാൻ പ്രഗ്നന്റ് ആന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പേടിച്ചിട്ട് മൊത്തം വിശ്വസിച്ചു. പിന്നെ അവള് ഓൾറെഡി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്തു. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് കല്യാണം നിക്കായി കാര്യങ്ങളായി. വീട്ടുകാരോടൊപ്പം പറഞ്ഞില്ലേ ഇങ്ങനെയാണ് എന്നുള്ളത്? പറഞ്ഞില്ല വീട്ടുകാരോടോ? 2 ആഴ്ച ആയിട്ടുള്ള കല്യാണം, 2 ആഴ്ച ആയിട്ടുള്ള റിലേഷൻ തുടങ്ങിയിട്ടെന്നുള്ളത് പറഞ്ഞില്ല? വീട്ടുകാരോട് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അന്ന് ഇവളെ കൂടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കുറേ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കംപ്ലീറ്റ്ലി പോയി. അങ്ങനെ ഇവളെ ഉമ്മ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടിക്കത്തില്ല, ഞാൻ ഇതിന് സൈൻ ചെയ്യാനോ ഒന്നിന് ഞാൻ നിൽക്കത്തില്ല, ഞാൻ വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അത് അവളെ കൂടെ പോയി. എന്നിട്ട് കാലിക്കറ്റിൽ നിന്ന് വീണ്ടും പ്രശ്നം ഉണ്ടായിട്ട് അവൾ പോലീസിനെ വിളിച്ചെടുത്തി. കാലിക്കറ്റ് ഒരു ലോഡ്ജിലോട്ട് പോലീസിനെ വിളിച്ചെടുത്തി. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ചെടുത്ത് ഇവനെ മർദ്ദിക്കേണ്ടതുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പോലീസുകാർ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു കേസില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അവളെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഇവളെന്നെ പേയ്മെന്റും കാര്യങ്ങളും കൊടുത്ത് ഞാൻ അബോർഷനാക്കി. എനിക്ക് എൻ്റെ കുട്ടിയാണെങ്കിൽ എനിക്ക് കളയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഉമ്മാനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധമായിരുന്നു കളയണമെന്ന്. അപ്പം തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു എൻ്റെ ഫോണിൽ അതിനെ കുറിച്ചിട്ട്. പിന്നെ അവളെന്നെ മൊത്തത്തിൽ ഡിലീറ്റ് ആക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് പോയത്? കല്യാണം കഴിഞ്ഞ് ഓക്കെ നല്ലപോലെ പോവാണെങ്കിൽ നല്ലപോലെ പോയിക്കോട്ടെ. ഞാൻ പിന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് തന്നെ അവരുടെ കൂടെ എൻ്റെ പാർട്ട്ണറല്ലേ എന്ന് വിചാരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കണേ. എൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ 2 മാസത്തോളം എൻ്റെ വീട്ടിൽ 2-3 മാസത്തോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവള് ഇതേമാതിരി രാത്രി 1 മണി 2 മണിക്കോളം ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകണമെന്നുണ്ട് വാശി പിടിച്ചിട്ട് അവളുടെ വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. ഞാനേതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് വെറുതെ ഫസ്റ്റിൻ്റെ ഉമ്മാനായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഞാനേതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഉപ്പാനോട് അങ്ങനെ പോയി പറഞ്ഞിട്ട് അത് പ്രശ്നം ഉണ്ടാക്കി. ഓൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ. അപ്പോൾ രാത്രി 1 മണി 2 മണിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയും അത് മലപ്പുറം ആ ഭാഗത്തു നിന്നൊരു കുട്ടി ഇറങ്ങി പോകുമ്പോൾ അത് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ എന്ത് കാരണം ആരെങ്കിലും വീട്ടിൽ നിന്ന് വിടുമോ? അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മനെ ഡയറക്റ്റ്ലി വന്നിട്ട് കൊണ്ടാക്കി തരാം. അനിയനും ഉണ്ട്, ഉമ്മയും അനിയനും കൊണ്ടാക്കി തരാം, അല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയി എൻ്റെ വീട്ടിലേക്കല്ല അതിൻ്റെ ഇത് വരിക. അപ്പോൾ ഓളെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്ത് ഓളെ വീട്ടിലും പറഞ്ഞു നാളെ അവളെ ആക്കി തരുമെന്ന്. പക്ഷെ ഓള് കേട്ടില്ല. ഓള് വിടാത്തോണ്ട് ഓളെ വീട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു വിടണ്ടാന്ന്, ഞങ്ങൾ ഒന്നില്ലാന്ന് നിങ്ങൾ ആക്കി തരാം, ഒറ്റയ്ക്ക് വിടണ്ട പറഞ്ഞു. അങ്ങനെ ഇവിടെ നേരെ എന്ത് ചെയ്തു, എൻ്റെ വീട്ടുകാരെ വാക്കും കേട്ടില്ല, അവളെ വീട്ടുകാരെ വാക്കും കേട്ടില്ല. നേരെ
സ്റ്റേഷനിൽ മറ്റേ 100-ൽ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഭർത്താവിൻ്റെ വീട്ടു തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, എൻ്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് ഒരു പോലീസോ ഒരു കേസോ ഇതായിട്ട് എൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു കേസ്, ഒരു പെറ്റി കേസ് പോലും ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇവളെ എന്ന് പരിചയപ്പെട്ട് അന്ന് മുതൽ ഇവളെ ഓരോ കേസ് കെട്ടായി എൻ്റെ തലയിൽ. അങ്ങനെ ഇതും പാടി എനിക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ഉമ്മ ഓൾ പോവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് ഡോറാണ് തുറന്ന് കൊടുത്ത ടൈമിൽ ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം വീടിൻ്റെ ഗേറ്റിൽ. അപ്പോൾ ഇവള് മുൻപ് എപ്പോഴോ പ്ലാൻ ചെയ്താണ് എറണാകുളത്ത് നിന്ന് പിന്നെ മലപ്പുറത്തോട്ട് വരാൻ എത്ര ടൈം പിടിക്കും. ഇനി അവളിനോട് പറഞ്ഞ എറണാകുളത്തോട്ടല്ല പോയിക്കണം, നിലമ്പൂർക്ക് പോയിക്കണായിരുന്നു. ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ മലപ്പുറം വളാഞ്ചേരി ടൗണിലോട്ട് വരാൻ എത്ര ടൈം പിടിക്കും? 2 മണിക്കൂർ ചുരുങ്ങി പിടിക്കും. അപ്പോൾ ഇവൾ മുൻപേ പ്ലാൻ ചെയ്ത് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇവിടെ ഇറങ്ങണ വണ്ടി കയറി പോകണം. പിന്നെ ഒരാഴ്ചയായിട്ട് ഓളോളോ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരാളാണ് പറയുന്നത് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഓളെ വീട്ടിലും ഇല്ല, എനിക്ക് എവിടെയെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് പോയത്? കല്യാണം കഴിഞ്ഞ് ഓക്കെ നല്ലപോലെ പോവാണെങ്കിൽ നല്ലപോലെ പോയിക്കോട്ടെ. ഞാൻ പിന്നെ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് തന്നെ അവരുടെ കൂടെ എൻ്റെ പാർട്ട്ണറല്ലേ എന്ന് വിചാരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കണേ. എൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ 2 മാസത്തോളം എൻ്റെ വീട്ടിൽ 2-3 മാസത്തോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവള് ഇതേമാതിരി രാത്രി 1 മണി 2 മണിക്കോളം ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകണമെന്നുണ്ട് വാശി പിടിച്ചിട്ട് അവളുടെ വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഏതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് വെറുതെ ഫസ്റ്റിൻ്റെ ഉമ്മാനായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഞാൻ ഏതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഉപ്പാനോട് അങ്ങനെ പോയി പറഞ്ഞിട്ട് അത് പ്രശ്നം ഉണ്ടാക്കി. ഓൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ. അപ്പോൾ രാത്രി 1 മണി 2 മണിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയും അത് മലപ്പുറം ആ ഭാഗത്തു നിന്നൊരു കുട്ടി ഇറങ്ങി പോകുമ്പോൾ അത് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ എന്ത് കാരണം ആരെങ്കിലും വീട്ടിൽ നിന്ന് വിടുമോ? അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മനെ ഡയറക്റ്റ്ലി വന്നിട്ട് കൊണ്ടാക്കി തരാം. അനിയനും ഉണ്ട്, ഉമ്മയും അനിയനും കൂടി കൊണ്ടാക്കി തരാം, അല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയി എൻ്റെ വീട്ടിലേക്കല്ല അതിൻ്റെ ഇത് വരിക. അപ്പോൾ ഓളെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്ത് ഓളെ വീട്ടിലും പറഞ്ഞു നാളെ അവളെ ആക്കി തരുമെന്ന്. പക്ഷെ ഓള് കേട്ടില്ല. ഓള് വിടാത്തോണ്ട് ഓളെ വീട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു വിടണ്ടാന്ന്, ഞങ്ങൾ ഒന്നില്ലാന്ന് നിങ്ങൾ ആക്കി തരാം, ഒറ്റയ്ക്ക് വിടണ്ട പറഞ്ഞു. അങ്ങനെ ഇവിടെ നേരം എന്ത് ചെയ്തു, എൻ്റെ വീട്ടുകാരെ വാക്കും കേട്ടില്ല, അവളെ വീട്ടുകാരെ വാക്കും കേട്ടില്ല. നേരെ സ്റ്റേഷനിൽ മറ്റേ 100-ൽ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഭർത്താവിൻ്റെ വീട്ടു തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, എൻ്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് ഒരു പോലീസോ ഒരു കേസോ ഇതായിട്ട് എൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു കേസ്, ഒരു പെറ്റി കേസ് പോലും ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇവളെ എന്ന് പരിചയപ്പെട്ട് അന്ന് മുതൽ ഇവളെ ഓരോ കേസ് കെട്ടായി എൻ്റെ തലയിൽ. അങ്ങനെ ഇതും പാടി എനിക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ഉമ്മ ഓൾ പോവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് ഡോറാണ് തുറന്ന് കൊടുത്ത ടൈമിൽ ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം വീടിൻ്റെ ഗേറ്റിൽ. അപ്പോൾ ഇവള് മുൻപ് എപ്പോഴോ പ്ലാൻ ചെയ്താണ് എറണാകുളത്ത് നിന്ന് പിന്നെ മലപ്പുറത്തോട്ട് വരാൻ എത്ര ടൈം പിടിക്കും. ഇനി അവളിനോട് പറഞ്ഞ എറണാകുളത്തോട്ടല്ല പോയിക്കണം, നിലമ്പൂർക്ക് പോയിക്കണായിരുന്നു. ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ മലപ്പുറം വളാഞ്ചേരി ടൗണിലോട്ട് വരാൻ എത്ര ടൈം പിടിക്കും? 2 മണിക്കൂർ ചുരുങ്ങി പിടിക്കും. അപ്പോൾ ഇവൾ മുൻപേ പ്ലാൻ ചെയ്ത് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇവിടെ ഇറങ്ങണ വണ്ടി കയറി പോകണം. പിന്നെ ഒരാഴ്ചയായിട്ട് ഓളോളോ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരാളാണ് പറയുന്നത് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഓളെ വീട്ടിലും ഇല്ല, എനിക്ക് എവിടെയെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് വേണ്ട എനിക്ക് മനസ്സിലായി. കാരണം ഒരാഴ്ചയായിട്ട് ഇവള് ഓളെ വീട്ടിലുള്ള ഇവളെ എവിടെയെന്ന് അറിയില്ല. ഞാൻ നിക്കാഹ് കഴിച്ചൊരു കുട്ടി എവിടെയെന്ന് അറിയാതെ ഞാൻ എന്താ ആരെ കൂടെയാണെന്നും എനിക്കറിയത്തില്ല. ഫോൺ ചെയ്തിട്ട് ഒരു റെസ്പോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സ്റ്റേഷനിൽ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്, മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയ ടൈമിൽ ഇവൾക്ക് വിളിച്ചു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു എനിക്ക് എന്നെ പോലത്തെ ഒരാളെ വേണ്ട, എനിക്കിങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടെ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ആളല്ല ഞാൻ, നമുക്ക് എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ആവാം. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഫാമിലിനെ വിട്ടിട്ട് നിൻ്റെ കൂടെ എറണാകുളത്ത് വന്ന് നിൽക്കണം, നിന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് നല്ലപോലെ ഇവിടെ നിൽക്കാൻ പറ്റും, ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ നല്ലപോലെ നിൻ്റെ വീട്ടിൽ നമുക്ക് പോയി നിൽക്കണം, നീ അവിടെ നിൽക്കാം. അല്ല എറണാകുളം ലൈഫായിട്ട് അങ്ങനെ ഈ പണ്ടത്തെ രൂപത്തിൽ ഓരോന്ന് ഉപയോഗിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ എനിക്കെന്നാ വേണ്ട, എനിക്കിത് മുന്നോട്ട് കൊണ്ടുവന്ന് താല്പര്യമില്ല പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ അവളെ വീട്ടിൽ വിളിച്ച കാര്യം പറഞ്ഞു. 1 മാസത്തോളം ഞാൻ ഇവളായിട്ടൊരു കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇവള് ഒരാഴ്ച കഴിഞ്ഞ് അവളെ വീട്ടിലോട്ട് പോയിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മൊത്തത്തിൽ സ്റ്റോപ്പാക്കി എന്നുള്ളൊരു രീതിയിൽ തന്നെ ഞാൻ നിന്ന്. ഞങ്ങളെ ഇൻസ്റ്റയിൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ആയിട്ട് സ്റ്റോറി ഇട്ടായിരുന്നു. എന്നിട്ട് ഇവളെ തന്നെ അത് ഡിലീറ്റ് ആക്കി വെക്കും. കാരണം എനിക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ സ്റ്റോറി ഇടുക. എനിക്ക്
ഇവളെ കൊണ്ട് എടങ്ങറായിട്ടൊക്കെ അറിയാൻ സ്റ്റോറി ഉണ്ട്. കാരണം ഇവള് സാധാ പെൺകുട്ടികളെ മാതിരി ഒന്നല്ല. ഇവളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരുത്തർ കയ്യിലെടുക്കാൻ ഇവൾക്ക് നല്ല കഴിവുണ്ട്. ഞാന് ഇവള് ഒരു മാസത്തോളം ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവളോളെ ഫ്രണ്ടിന് മുഖം നിൽക്കി നീ ഇല്ലാതെ പറ്റൂല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിപ്പിക്കുക, ഡയലി വിളിപ്പിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അപ്പം ലാസ്റ്റ് എന്നിട്ട് പിന്നെ ഒരു തീരുമാനത്തിൽ ഞാൻ പറഞ്ഞ മാതിരി നിൽക്കുക, എൻ്റെ വീട്ടിലൊന്ന് നിൽക്കുക, എറണാകുളം ലൈഫൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വായോ എന്ന് എപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പം എന്നോട് തന്നെ നീ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഓക്കെ, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു നിൻ്റെ കണ്ടീഷൻ പറയാൻ നമുക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറ്. ഞാൻ പറഞ്ഞു ഓക്കെ. അവളെ എൻ്റെ ഉപ്പമ്മമാൻ്റെ മാതിരി ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വീട്ടിൽ പോയി നിന്നു. അവിടെ വന്നപ്പോൾ അവളെ വീടാണ്. എനിക്ക് കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇവള് ഫസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, പല്ല് കഴിച്ചിട്ട് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഇനി ചായ കുടിച്ചിട്ട് പല്ല് കഴിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത് ചെയ്യാം. ഇത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ, പിന്നെയാണ് ഫുഡ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിച്ചണിൽ പോയിട്ട് ഉമ്മച്ചി കുറച്ച് ഫുഡ് എടുത്തരാൻ വരാൻ പറ്റില്ലല്ലോ. കാരണം എൻ്റെ വൈഫിൻ്റെ വീടാണ്, എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കും. വൈഫിൻ്റെ വീടാണ്. എനിക്ക് ആ കാര്യത്തിൽ അപ്പം ഞാൻ അങ്ങനെ കുറേ ആയിട്ട് ഇവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം. ഇവളെ എന്നെ കൊണ്ട് ഓരോ വാഷ് കെട്ട് ഇട്ടിരിക്കും. നിങ്ങൾ യൂട്യൂബിലെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, പെൺവേഷവും കാര്യങ്ങളൊക്കെ ഓരോ അവൾക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സമ്മതിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇവൾ പറഞ്ഞിട്ടാണ്. ഇവൾക്ക് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ല വീഡിയോ എടുക്കണമെന്നല്ല കേട്ടോ. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇവൾക്ക് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ, റീച്ച് വീഡിയോ, ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് പറയുന്നത് ലല്ലുവിന് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, അവിഹിതങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു മിസരിയ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ ഒരു സ്നാപ്ചാറ്റോ, അങ്ങനെ സ്നാപ്ചാറ്റ് അല്ല സ്നാപ്പൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആരപ്പോ ഇതിന്റെ ഇടയിൽ വന്ന ഒരു മിസരിയ? അത് ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റിൽ ഞാൻ ഇവളുടെ ഓഗസ്റ്റ് അതിൻ്റെ മുൻപത്തെ മാസം കറക്റ്റ് അറിയത്തില്ല, ഞാൻ അവളായിട്ട് മൊത്തത്തിൽ സ്റ്റോപ്പാക്കിയ. എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൊത്തം സ്റ്റോപ്പാക്കിയതിന് ശേഷം ഞാൻ സ്നാപ്പിൽ ഈ മിസ്റ്റിയാണ് കുട്ടീനായിട്ട് ഇവളെ മൊത്തത്തിൽ എനിക്ക് വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഞാൻ ഈ കുട്ടീനായിട്ട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാലിക്കട്ടെന്ന് പ്രാവശ്യം ഇവളെ കാണിപ്പിക്കാനായിട്ട് സ്നാപ്പ് എടുത്താണ്. അല്ല ഞാൻ ഇവളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്തല്ല, ഇവളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഇൻസ്റ്റയിലും സ്റ്റോറി ഇട്ട് ഇതിലും സ്റ്റോറി ഇട്ട്. അവീതുള്ള ആളെ നമ്മൾ പബ്ലിക്കിന്റെ മുൻപിൽ വന്നിട്ട് സ്റ്റോറി ഇട്ട് നടക്കുമോ? ഇവളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇട്ടാണ്. കാരണം ഞാൻ ഓക്കെയാണ്, ഞാൻ മൂവ് ഓൺ അയക്കണ്, ഇന്നെ വിട്ടേക്ക്, ആ ഒരു മൂഡ് അവളെ മെയിനിൽ വന്നോട്ടെ വിചാരിച്ചിട്ട്, എൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന് ഉള്ള ഇത് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. അതിൻ്റെ ശേഷമാണ് പിന്നെ അവള് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. പിന്നെ അവൾ എൻ്റെ ഒരു ലിപ്പിന്റെ വീഡിയോ ഇട്ടായിരുന്നു, ഞാനൊരു ബ്ലൂ ടീഷർട്ട്. അതിന് ആ റിലേഷന്റെ ടൈമില് 2025 റിലേഷന്റെ ടൈമിൽ ഇവൾക്ക് പേഴ്സണലി അയച്ചു കൊടുത്ത വീഡിയോ ആണ്. ഇവൾ ഇട്ടിട്ട് ഞാൻ വേറെ ഗേൾസിനെ അയച്ചു കൊടുത്തത്, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത്. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? സ്നാപ്പിൽ ഇതേമാതിരി ഒരുപാട് ഗേൾസിനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവന്റെ അവീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എടുത്ത വീഡിയോ. നിങ്ങൾ ക്യാമറയിൽ കാണുമെന്ന് അറിയത്തില്ല. ഇതാ ഡേറ്റ്, ഇത് സൺഡേ. പിന്നെ അവള് പറഞ്ഞ മാതിരി ഞാൻ വേറെ പെൺകുട്ടികളായിട്ട് ചാറ്റിങ്, മറ്റേത് റിലേഷന്, എനിക്ക് ഒരുപാട് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ റിലേഷൻ നമ്മൾ തമാശ നോക്കൂലേ, അങ്ങനെ നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. ഫസ്റ്റിയായിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരായിട്ടെങ്കിലും ഇവളായിട്ട് ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ആരായിട്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് കേട്ടോ, അവൾ ഒരുപാട് റൂം എടുത്ത് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കലായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കണ എന്തെങ്കിലും വീഡിയോയോ എന്തെങ്കിലും ഈ ഫുട്ടേജോ എന്തെങ്കിലും എടുത്തിട്ട് അവൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വരാം. ചാറ്റുകളൊന്നും പിടിച്ചിട്ടില്ല. ചാറ്റ് ഇവളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വാട്സപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. എൻ്റെ പ്രൊഫൈൽ വെച്ച് ഈ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവം എൻ്റെ പ്രൊഫൈൽ ബിസിനസ് വാട്സപ്പിൽ വെക്കും. അവളെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രൊഫൈല് അവളെ മെയിൻ വാട്സപ്പിൽ വെക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അവളെ തന്നെ ചാറ്റ് ചെയ്യുക. ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും ഒരു ID കാണിക്കുന്നുണ്ടോ, എൻ്റെ ID കാണിക്കുന്നുണ്ടോ, ഒന്നും ക്രോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പൊ ആൾക്കാർ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിച്ചു പോകും. അത് ലല്ലുന്റെ ചാറ്റ് അല്ല, എന്റെ ചാറ്റ് അല്ല. ഈ ഫസ്സിക്ക് കിട്ടുന്നത് എങ്ങനെ ഈ ചാറ്റിന്റെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ?
ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുള്ള ഇവള് ക്യാഷ് കൊടുത്തിട്ട് കുറേ ആൾക്കാരിന്ന് എന്നെ കൊണ്ട് ചാറ്റ് ചെയ്യും, എനിക്ക് മെസ്സേജ് അയപ്പിക്കും. അല്ലാതെ ഞാനിപ്പോ ഓൾക്ക് ഞാൻ ചാറ്റ് ചെയ്താണ്ട് ഞാൻ അവൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടുകൊടുക്കൂലല്ലോ. ആ കുട്ടികളെ വിട്ടുകൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ സെക്സ് മെസ്സേജ് ആരെങ്കിലും അയക്കോ, അവർക്ക് ഓക്കെ അല്ലാതെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അയക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ അയക്കണ ഒരാളാണെന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഇവളായിട്ട് നിർത്തിയതിന്റെ ശേഷം ഒരൊറ്റ ഒരാളോട്, അത് ഇവളെ ഫ്രണ്ടായിരുന്നു, ഇവളും ഓളെ ഫ്രണ്ടും പാടും പ്ലാൻ ചെയ്തിട്ട് അയപ്പിച്ചാണ്. അത് ഞാൻ അങ്ങോട്ടല്ല, അവൾ ഇങ്ങോട്ടാണ് കൂടുതൽ വന്നത്. ആ ചാറ്റ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം, അത് ഇതൊരു പുറത്ത് വിട്ടിട്ടില്ല, പുറത്ത് വിടുന്ന ടൈമിൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഞാൻ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ആ ഒരു സംഭവം. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുള്ളൂ. ലല്ലു അങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഫസ്മിനെ ചാറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഞാൻ ഏതെങ്കിലും സ്നാപ്പ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്നാപ്പിൽ എൻ്റെ ID ഇട്ടെടുക്കിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഇതിൽ ആരെങ്കിലും ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഇത് ടിൻഡർ ആപ്പാണ്. ഞാൻ ഇപ്പോൾ പബ്ലിക് ആയിട്ട് പറഞ്ഞു, ഞാൻ ടിൻഡർ ആപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മാച്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങോട്ട് കയറിയിട്ട് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് എടുത്ത് നോക്കി ഞാൻ അറിയാം. ഞാൻ ഒരു മെസ്സേജോ ഒന്നും ഒരാൾക്ക് അയച്ചിട്ടില്ല. ഞാൻ വെറുതെ എടുത്താണ്. കാരണം ഇവളിത് കണ്ടോട്ടെ, ഞാൻ ഇങ്ങനെ നടക്കണമെന്ന് ഇവള് കണ്ടോട്ടെ, ഇവള് അങ്ങനെങ്കിലും ഇന്നൊന്ന് മറന്ന് ഒഴിവാക്കി വിട്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ ഇവള് അത് സമൂഹത്തിന് മുമ്പിൽ വേറെ രൂപത്തിലാണ് ചിത്രീകരിക്കും. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്. ഇതാണ് ഇവളെ മെയിൻ പണി. ഒരാള് ഫോൺ എടുത്തിട്ട് പബ്ലിക്കായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ചേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ കൂട്ടത്തിലേക്ക് ഇപ്പൊ മെഹനാസും കൂടെ എങ്ങനെയാ വന്നത്? മെഹനാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവന്റെ പടച്ചോനാണ് നേരെ, എനിക്ക് അവന്റെ കഥ എന്താന്നൊക്കെ മനസ്സിലാവണില്ല. എന്താ ഉദ്ദേശിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഭാര്യനായിട്ട് അവീതുണ്ട്, അങ്ങനെ പൊക്കി, പിന്നെ അത് പ്രശ്നമായി, അങ്ങനെ ഓള് സൂയിസൈഡ് ചെയ്താണ്ട് ഫസ്റ്റ് ഒരു സംഭവം വന്നു സഫയുടെ. ആദ്യത്തെ ഭാര്യക്ക് അവിഹിതമുണ്ട്, എന്താ ബന്ധമുണ്ട്, അത് പൊക്കിയിട്ട് ഓള് സൂയിസൈഡ് ചെയ്താണെന്നാണ് ഓ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് രണ്ടാമത്തെ ഭാര്യക്ക് അവീത. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ അവീതുള്ള ആൾക്കാരെ അവൻ കെട്ടണേ. അല്ല തമാശ ചോദിക്കല്ലേ, എന്തിനാ അതിന് പറയാ. എനിക്ക് അവളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ അവീതം. അപ്പൊ ഇവന്റെ ഓരോ വീഡിയോസ് ഞാൻ കണ്ടു. മറ്റേ ഇവൻ ഓരോന്ന് അടിച്ചിട്ട് പോലീസിനെ വന്നിട്ട് ഇവളെ ഫോണിൽ നിന്ന് എനിക്ക് കാണിച്ചു തന്നായിരുന്നു അന്ന് സ്റ്റേഷനിൽ പോയപ്പോ. ഇവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കുക, ഡയറക്റ്റ് സൂയിസൈഡിന്റെ മാതിരി കാർഡ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ വീഡിയോ സഫയുടെ കയ്യിലുണ്ട്. പിന്നെ ചുമരുമ്പോ പോയിട്ട് ഓരോ അക്കിങ്ങനെ എഴുതും അവന് സ്വന്തമായിട്ട് പോയിട്ട് വെറുതെ. അതായത് ഇപ്പൊ എന്താ അടിച്ചു കയറ്റണെന്ന് പടച്ചോൺക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഉള്ള പറയാലോ, അന്ന് സാർമാരെന്ന് കണ്ടു ഇവനക്ക് എന്താ മാനസികമായിട്ടുണ്ടോന്ന് ചോദിച്ചു സാർമാര് പോലീസ് സ്റ്റേഷനിലെ. ഇപ്പൊ എനിക്കന്ന് മെസ്സേജ് അയച്ചു എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ അവനോട് പറയാ, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടോന്ന് ഈ എന്ത് അടിസ്ഥാനത്തിൽ ചോദിക്കണം? സ്വന്തം ഭാര്യ ആരെ കൂടെയാണെന്ന് ചോദിക്കുക. അപ്പൊ എന്റെ ഗതികേടെന്ന് ആലോചിക്കാണ്ട് അവന് അന്ന് സംസാരിക്കണം. ഇപ്പൊ മെഹനാസും ഫസ്മിനെയും നല്ലൊരു കോണ്ടാക്റ്റിലാണ് പോകുന്നത്. അവര് ഒരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി മെഹനാസ് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണോ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നും അതിന് ഒരു മാനിപ്പുലേഷൻ ഒക്കെ ചെയ്തിട്ട് ഫസി ആ ഒരു കൂടെ നിൽക്കുന്നതാണെന്നാണോ ലല്ലു ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസിക്ക് അവള് സഫായിട്ട് എനിക്ക് ചാറ്റ് ചെയ്തല്ലോ, എനിക്ക് എന്നെ ഫ്ലാറ്റ് ചെയ്യാൻ മെസ്സേജ് അയച്ചില്ല, അത് വെളുപ്പിക്കണം. അത് ഒരിക്കലും പുറത്തു വരരുത്. മേനാസിന് അത് സഫയോട് ഫസി പറഞ്ഞിട്ടുള്ള ചാറ്റുകളും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ലേ? അത് എന്താ പേര് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവർക്ക് പുറത്തോട്ട് പോവാം. മേനാസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു മേനാസും ഫസ്മിനെ. അപ്പൊ അവര് തമ്മിൽ ഒരുമിച്ചിരിക്കുക, അവർക്ക് പുറത്തു പോവാം, അവർക്ക് ആരെ കൂടെ പോയി ചാടിക്കാം. മേനാസ് ഫസ്മിനെ ഒരുമിച്ച് നടക്കണമെന്ന് അവർക്ക് പ്രശ്നമില്ല. അവര് തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് അവര് പറയുന്നത്. നമ്മളിപ്പോ പുറത്തുനിന്ന് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് എന്താണ് ഇത് ഒരു ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഇതുകൊണ്ട് അതെ ഞാനും സഫി ഇപ്പൊ ഒരുമിച്ച് സ്റ്റേഷൻ അവിടുന്ന് പിന്നെ കണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ബന്ധമുണ്ട്. ആ ഒരു മെയിൻ സെറ്റ് എല്ലാവരേക്കും എത്തിക്കും. എന്നാൽ ഇവര് തമ്മിൽ പലയിടത്തേക്ക് ഒരുമിച്ചുകൊണ്ട് എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ടൈമില് ഇവര് രണ്ടാളും ഒരുമിച്ചുണ്ട്. അവളാണ് വീഡിയോ കണ്ടോ? ഈ ഫ്രണ്ട് കണ്ടോ മേനാസിനെയും ഫസ്മിനെ? മേനാസ് എന്റെ ഫ്രണ്ടിനെ അടിക്കുന്ന ടൈമില് ഫസ്മിനാണ് വീഡിയോ എടുക്കുന്നത്. അത് ന്യൂസിൽ ഓൾറെഡി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അത് രാത്രി കേട്ടോ 7 to 12 o'clock വരെ.
ഈവനിങ് മഗ്‌രിബിന്റെ ടൈം ഒരു 7 o'clock to 12 o'clock വരെ, നൈറ്റ് 12 o'clock വരെ ഇവർ ഒരുമിച്ചാ. അപ്പൊ ഇവര് തമ്മിൽ ഒന്നുമില്ല. ഇവര് വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ട്, ഇത് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവനെ തല്ലുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഇതാവാം. ഇപ്പൊ കമന്റിലൊക്കെ വരുന്നുണ്ട്, എന്താണ് തെളിവ്, എല്ലും സഫീം ബന്ധമുള്ള എന്താ തെളിവ്, ഇത് CCTV ഫുട്ടേജ് കണ്ടിട്ട് ഞങ്ങൾ രണ്ട് ഭാഗങ്ങളിലെ ക്ലിപ്പ് വിട്ടിക്കണേ. അന്ന് മൈനാസിന്റെ വീഡിയോ എടുക്കാൻ വന്നിരുന്നു ഇവന്റെ തല്ല ടൈമില്. അന്ന് ഞാൻ അവിടുന്ന് ഓടിയതാണ്. കാരണം ഇവര് വീഡിയോ ഇട്ടിട്ട് ഇവർക്ക് സോഷ്യൽ മീഡിയ ഇട്ടാൽ മതി, അതിൽ കണ്ടിട്ട് വിഷമിക്കണേ നമ്മളെ വീട്ടുകാരെ കാരണം. അപ്പോ ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഓളിന്റെ കൂടെ വന്ന് നിൽക്കണേ. അതായത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവള് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പ്രൂഫ് സഹിതം കാണിച്ചിരാലോ. ഞാൻ അതിൽ ചോദിക്കണ്ട് കറക്റ്റ്. അവന് പറഞ്ഞു സ്ക്രിപ്റ്റ് ആയിരുന്നു, ഫുൾ നോക്കിയപ്പോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് ഏതാ ഡേറ്റ് എന്ന് പോലും അറിയിക്കണം കേട്ടോ, ഫ്രൈഡേ. പിന്നെ ഇവൾക്ക് ഞാൻ ബൈപ്പോളർ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിറക്കി. അപ്പൊ ഇവിടെ എന്റെ മണ്ടയിലോട്ട് ഇട്ട് ആക്ച്വലി ബൈപ്പോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോലഞ്ചേരി ഹോസ്പിറ്റലില്. 2020 to 2022 വരെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതേക്കാറ്. എന്നിട്ട് ഇപ്പോഴും അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവള് കേൾക്കത്തില്ല. കോലഞ്ചേരി ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഇതാണ് കോലഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. അവിടുന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് ഇപ്പൊ അറിയാം. 27 പേര് ഫസ്മിന സാക്കിർ. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്യോ മറ്റേ ബൈക്ക്. അത് ഏത് ഡേറ്റിലാ? നവംബർ 19, 2022 ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ബൈപ്പോളറിന്റെ അല്ലേ? ബൈപ്പോളറിന്റെ അല്ലേ? കോലഞ്ചേരി ഹോസ്പിറ്റലിലോട്ടുണ്ടല്ലോ. ഇതാണ് കോലഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. അവിടുന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് ഇപ്പൊ അറിയാം. ഫസ്മിന സാക്കിർ. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്യോ മറ്റേ ബൈക്ക്. സൈക്യാട്രിയിലെ ശാന്ത ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്. അത് ഏത് ഡേറ്റിലാ?